എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം ദശകം 5-ലെ 6-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ. സോഹം ച ത്രിഗുണക്രമാത് ത്രിവിധതാമാസാദ്യ വൈകാരികോ ഭൂയസ്തൈജസതാമസാ വിധിഭവം നാദ്യേന സത്വാത്മനാ ദേവാനിന്ദ്രിയമാനിനോ കൃതദിശാവാദാർക്കപാശ്യശ്വിനോ വന്യീന്ദ്രാച്യുതമിത്രകാൻ വിധുവിധി ശ്രീരുദ്രശാരീരകാൻ. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. സോഹം ച, സാ അഹം ച, ആ അഹങ്കാരമാവട്ടെ, ത്രിഗുണക്രമാൽ, ത്രിഗുണങ്ങളുടെ ക്രമമനുസരിച്ച്, അതായത് സത്വരജസ് തമസ്സുകളുടെ ക്രമമനുസരിച്ച്, ത്രിവിധതാം ആസാദ്യ, 3 രൂപങ്ങൾ പ്രാപിക്കുകയും, വൈകാരികോ ഭൂയസ്തൈജസ താമസാ വിധിഭവൻ, വൈകാരിക ഭൂയ തൈജസ താമസൗ ഇതി ച ഭവൻ, പിന്നീട് വൈകാരികം അതായത് സാത്വികം, രാജസ അതായത് തേജസം, താമസം എന്നീ രൂപഭേദങ്ങൾ കൈക്കൊണ്ടു. ആദ്യേന സത്വാത്മനാ, അവയിലെ ആദ്യത്തേതായ സാത്വികം കൊണ്ട്, ദേവാനിന്ദ്രിയമാനിനോ കൃത, ഇന്ദ്രിയമാനിന ദേവാൻ അകൃത, ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാതാക്കൾ എന്നഭിമാനിക്കുന്ന ദേവന്മാരെ സൃഷ്ടിച്ചു. ദിശാവാതാർക്കപാശ്വശിനോ, ദിക്ക്, വായു, ആദിത്യൻ, വരുണൻ, അശ്വിനി ദേവന്മാർ എന്നിവരെയും, വന്യീന്ദ്രാച്യുതമിത്രകാൻ, അഗ്നി, ഇന്ദ്രൻ, ഉപേന്ദ്രൻ, മിത്രൻ, പ്രജാപതി എന്നിവരെയും, വിധുവിധി ശ്രീ രുദ്രശാരീരകാൻ, ചന്ദ്രൻ, ചതുർമുഖൻ അതായത് ബ്രഹ്മാവ്, രുദ്രൻ, ക്ഷേത്രജ്ഞൻ എന്നിവരെയും സൃഷ്ടിച്ചു. ഇനി ഈ അർത്ഥമെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? ഇങ്ങനെ സംജാതമായ അഹം തത്വം 3 ഗുണങ്ങൾക്കൊത്ത് 3 രൂപങ്ങൾ പ്രാപിക്കുകയും, പിന്നീട് വൈകാരികം, തേജസം, താമസം എന്നീ രൂപഭേദങ്ങൾ കൈക്കൊള്ളുകയും ചെയ്തു. സത്വഗുണാത്മകമായ വൈകാരിക രൂപമാകട്ടെ, ഇന്ദ്രിയ നിയന്താക്കളായ ദിക്ക്, വായു, സൂര്യൻ, വരുണൻ, അശ്വിനികൾ എന്നീ ദേവന്മാരെയും, അഗ്നി, ഇന്ദ്രൻ, ഉപേന്ദ്രൻ, മിത്രൻ, പ്രജാപതി, ചന്ദ്രൻ, ബ്രഹ്മാവ്, ശിവൻ, ക്ഷേത്രജ്ഞൻ എന്നിവരെയും സൃഷ്ടിച്ചു. അതായത് മായാസമൂഹത്തിലുള്ള ഈ മഹത്തത്വം ത്രിഗുണാത്മകമാണ് എന്നിന്നലെ പറഞ്ഞു. അതിൽ തന്നെ ഉണ്ടാകുന്നതാണ് ഈ അഹങ്കാരം അല്ലെങ്കിൽ അഹം തത്വം. ഈ അഹം തത്വം 3 ഗുണങ്ങൾക്കനുസരിച്ച് രൂപം പ്രാപിച്ചു എന്നാ പറയുന്നത്. 3 ഗുണങ്ങൾ നമുക്കറിയാം, സത്വരജസ് തമോ ഗുണങ്ങൾ. ഇതിലെ സത്വഗുണം ഇന്ദ്രിയ നിയന്താക്കളായ സർവ്വതിനെയും സൃഷ്ടിച്ചു എന്നാ പറയുന്നത്. അങ്ങനെയാകുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഇന്ദ്രിയ നിയന്താക്കൾ എന്ന് നാം അറിയണം. അതായത് ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, അന്ധകരണ വൃത്തികൾ. ഇതിൽ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രോത്രം, ത്വക്ക്, ചക്ഷുസ്, ജിഹ്വ, ഘ്രാണം, ദിക്ക്, വായു, അർക്കൻ, പാശി, അശ്വികൾ ഇവയെല്ലാം. ഇനി കർമ്മേന്ദ്രിയങ്ങൾ, നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്ന എല്ലാ അവയവങ്ങളും, അതായത് വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം. അതിൻ്റെ ദേവതകളാ വന്നി, ഇന്ദ്രൻ, അച്യുതൻ, മിത്രൻ, പ്രജാപതി. മൂന്നാമതായി അന്ധകരണ വൃത്തികൾ.
മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. അതിൻ്റെ ദേവതകളാണ് ചന്ദ്രൻ, ചതുർമുഖൻ, രുദ്രൻ, ക്ഷേത്രജ്ഞൻ എന്നിവ. ഇങ്ങനെയാണ് അത് മനസ്സിലാക്കി വയ്ക്കേണ്ടത്. ലളിതമായി പറഞ്ഞാൽ നമ്മൾ കർമ്മം ചെയ്യുന്നത് നമ്മുടെ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് മാത്രമല്ല, ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ട്. ഇപ്പോൾ ഒരു കാര്യം കേൾക്കുമ്പോൾ, നമ്മളെ സ്പർശം അനുഭവിപ്പിക്കുമ്പോൾ, നാവ് രസം അറിയുമ്പോൾ അതെല്ലാം കർമ്മത്തിൽപ്പെടുന്നു. നമ്മുടെ മനസ്സൊരു കാര്യം ചിന്തിക്കുമ്പോൾ അതും ഒരു കർമ്മമാണ്. ഉദാഹരണത്തിന്, ഞാൻ നന്നായി ഉറങ്ങി എന്ന് ചിലർ പറയും. ഈ ഉറക്കം എന്ന് പറയുന്നത് യാതൊരു അലച്ചിലും ഇല്ലാതെ ആയിരുന്നെങ്കിൽ അതിനെ സുഷുപ്തി എന്ന് പറയും. അതാണ് സുഖമായി ഉറങ്ങി. സ്വപ്നങ്ങൾ കാണുമ്പോൾ അത് നല്ലതാവാം, ചീത്തയാവാം. അത് നമ്മുടെ മനസ്സിൻ്റെ ചിന്തകളെയാണ് കാണിക്കുന്നത്. ഉറക്കത്തിലും നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ മനസ്സ് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു. ബുദ്ധിയും അഹങ്കാരവും ചിത്തവും എല്ലാം കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നമ്മുടെ സർവകർമ്മങ്ങളുടെയും ദേവതകളായ സൂര്യൻ, വരുണൻ, അശ്വിനി, അഗ്നിദേവൻ, ഇന്ദ്രൻ, ഉപേന്ദ്രൻ, മിത്രൻ, പ്രജാപതി, ബ്രഹ്മാവ്, ശിവൻ, ക്ഷേത്രജ്ഞൻ, ഇങ്ങനെ സർവ്വതിനെയും ഭഗവാൻ സൃഷ്ടിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ പ്രളയത്തിനു ശേഷം എങ്ങനെയാണ് വീണ്ടും സൃഷ്ടി നടത്തുന്നത്, എന്തിനെയെല്ലാമാണ് ഭഗവാൻ സൃഷ്ടിക്കുന്നത് എന്ന് വ്യക്തമായി ഈ ശ്ലോകത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. സർവ്വതും നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ളതാണ്. കാരണം ഇന്ദ്രിയ നിയന്ത്രണം വരാതെ നമുക്ക് ആത്മീയമായി ഉയരാൻ കഴിയില്ല. ഗീത എടുത്തു വെച്ചാൽ പുറംചട്ടയിൽ തന്നെ നമ്മൾ എന്താ കാണുന്നേ? 5 കുതിരകളെ കടിഞ്ഞാണിട്ടങ്ങനെ പിടിച്ചിരിക്കുക ഭഗവാൻ. ഈ 5 കുതിരകൾ നമ്മുടെ 5 ഇന്ദ്രിയങ്ങളെയാണ് കാണിക്കുന്നത്. ആ ഇന്ദ്രിയങ്ങളുടെ എല്ലാം നിയന്താവ് കൃഷ്ണനാണെങ്കിൽ നമുക്ക് ആത്മീയമായി ഉയരാൻ കഴിയും. അല്ലാതെ നമ്മൾ ഇന്ദ്രിയങ്ങളുടെ പിറകെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലോ ഒരിക്കലും നമുക്ക് ആത്മീയമായ ഉയർച്ച സാധ്യമാവില്ല. ഹരേ കൃഷ്ണ.